എല്ലാ കൂട്ടുകാർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലം എത്തിയതോടെ നമ്മുടെ താമരയുടെ വസന്തകാലത്തിനൊരു ചെറിയ മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. താമര മഴക്കാലത്ത് നടാൻ പറ്റുമോ, അത് നശിച്ചു പോകുമോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ മിക്കവർക്കും ഉണ്ട്. മഴക്കാലത്ത് ധൈര്യമായിട്ട് തന്നെ ട്യൂബറുകൾ മേടിച്ച് നടാം. വളർച്ച സ്ലോയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നട്ട് കഴിഞ്ഞാൽ തന്നെ അതിനെ എവിടെയെങ്കിലും ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ ഒരിക്കലും ഷെയ്ഡിലേക്ക് താമരകൾ നട്ട് കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കരുത്. നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ വയ്ക്കാവൂ. ഇപ്പോൾ മഴയുള്ള സമയമാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. വെയിൽ വരുമ്പോൾ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ടബുകൾ സെറ്റ് ചെയ്ത് വയ്ക്കണം. നമ്മുടെ ഗാർഡനിൽ വാട്ടർ പ്ലാന്റ്സും ഓർണമെൻ്റൽ പ്ലാന്റ്സും അഗ്ലോണിമ, ആന്തൂറിയം, കലാത്തിയ തുടങ്ങി എല്ലാവിധ പ്ലാന്റ്സുകളും സെയിലിനുണ്ട്. പ്ലാന്റ്സ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം. വീഡിയോ കാണുന്നവർ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മഴക്കാലത്ത് എല്ലാ താമരകളിലും ബഡ്ഡുകൾ വരും. എന്നാൽ ചിലതൊക്കെ യഥാസമയം വിരിയാറില്ല. കണ്ടിന്യൂസ് മഴയാണെങ്കിൽ ആ ബഡ്ഡുകളിൽ ചിലത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. മഴവെള്ളം കുറേശ്ശെയായിട്ട് വീണാണ് ആ ബഡ്ഡുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നത്. പിന്നെ നന്നായി വരുന്ന ബഡ്ഡുകളും ചിലത് വിരിയാറില്ല. അതിനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മുടെ ഈ നല്ലപോലെ വിരിഞ്ഞു വന്ന ഫ്ലവറുകൾ അതിൻ്റെ ആ ടൈം കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഇതളുകൾ ആ ടബിൽ വീണ് അഴുകി ഒച്ചു പെരുകാനൊരു സാധ്യതയുണ്ട്. ഈ ഒച്ചുകൾ ഒരു വലിയ ശല്യമാണ് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിന്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് തുരിശിട്ട് കൊടുക്കും. തുരിശ് വളക്കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിനെ 1-2 ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ആ തുരിശ് നമ്മുടെ ടബിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മഴയാണെങ്കിൽ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പൊയ്ക്കോളും. ഒരുപക്ഷെ മഴയല്ല എങ്കിൽ നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് ആ തുരിശിട്ട ടബിലെ വെള്ളം കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗപ്പിയുള്ള ടബുകളിൽ തുരിശ് ഒരിക്കലും ഇടരുത്. ഗപ്പി നശിച്ചു പോകും, ചത്തുപോകും. അതുകൊണ്ട് ആ ടബുകളിൽ ഒരിക്കലും തുരിശ് ഉപയോഗിക്കരുത്. പിന്നെ അടുത്ത ശല്യക്കാരൻ നമുക്ക് വരുന്നത് നമ്മുടെ കൊതുകാണ്. കൊതുക് തീർച്ചയായിട്ടും പെരുകാനുള്ളൊരു സാധ്യത വാട്ടർ പ്ലാന്റ്സിലുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗപ്പീസാണ്. അല്ലാതെ ഗപ്പിയെ കൂടാതെ നമുക്ക് അസോള ഇട്ട് കൊടുക്കുക. ഈ അസോള ചെറിയ അളവിൽ എല്ലാ ടബിലും ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തോളും. അതുപോലെ ടബുകളിൽ ഇട്ട് കൊടുക്കുന്ന അസോള ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നത് കൊണ്ട് ഓവർഫ്ലോ ചെയ്ത് കുറേ അധികം ടബിൻ്റെ പുറത്തേക്ക് പോകും. അത് കുറച്ചതിൽ കിടന്നാൽ മതി, അത് പിന്നീട് സ്പ്രെഡ് ആയിക്കോളും. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം. കംപ്ലീറ്റ് പോകാതെ ഒന്ന് നോക്കണം. പിന്നെ അസോള കൂടിയാലും നമ്മുടെ ചെടികളുടെ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് കൂടുമ്പോൾ അതിനെ നമ്മൾ തന്നെ കുറേശ്ശെ കോരിയെടുത്ത് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും വളമായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം അസോള കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. അതുപോലെ താമരകൾക്ക് നമ്മൾ 15 ദിവസത്തിലൊരിക്കൽ വളപ്രയോഗം നടത്താറുണ്ട്. സാധാരണയായിട്ട് കൊടുക്കുന്നത് NPK, All 19-ഉം DAPയുമാണ്. ഒരേ വളപ്രയോഗം തന്നെ നമ്മൾ നടത്താതെ ഇതിനെ 2 വളങ്ങളും മാറി മാറി കൊടുക്കണം. 15 ദിവസത്തെ ഇടവേളകളിൽ NPKയും DAPയും മാറി മാറി കൊടുക്കണം. അത് കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ നേരത്തെയുള്ള വീഡിയോസിലും ഷോർട്ടിലുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മൾ വളപ്രയോഗങ്ങൾ നടത്തുമ്പോൾ വെള്ളം മഴക്കാലത്ത് കൂടുതൽ ടബുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ടബുകളിൽ നിന്ന് ചരിച്ച് കളഞ്ഞിട്ട് വേണം വളപ്രയോഗം നടത്താനായിട്ട്.
ഇല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന വളങ്ങളെല്ലാം മഴയത്ത് ഒലിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. പിന്നെ മഴക്കാലത്ത് മറ്റൊരു ശല്യക്കാരൻ പുഴുവാണ്. ഈ പുഴുക്കളെ നമ്മൾ നിരന്തരം നിരീക്ഷിച്ച് നമ്മുടെ ഇലകളെ ആക്രമിക്കുന്നുണ്ടോ എന്ന് ഒന്നൊന്ന് ശ്രദ്ധിച്ച് അതിനെ ഒഴിവാക്കി കളഞ്ഞാൽ മതി. താമരകൾ നട്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കണം എന്നുള്ളവർക്ക് ഒട്ടും ഭയപ്പെടാതെ തന്നെ നല്ല വെറൈറ്റി ഹൈബ്രിഡ് താമരയും വാട്ടർ ലില്ലീസും ഒക്കെ ധൈര്യമായിട്ട് തന്നെ മേടിച്ച് വളർത്താം. 60-ലധികം വെറൈറ്റി ഹൈബ്രിഡ് താമരകളും വാട്ടർ ലില്ലീസും നമ്മുടെ ഗാർഡനിലുണ്ട്. DTDC, സ്പീഡ് പോസ്റ്റ് ഇവ വഴിയാണ് സാധാരണയായിട്ട് കൊറിയർ ചെയ്യാറുള്ളത്. ഏത് കൊറിയറാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമെന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ആ കൊറിയറിലൂടെ സേഫായിട്ട് പ്ലാന്റ്സുകൾ നിങ്ങളുടെ കൈകളിലെത്തും. അതുപോലെ പോട്ടിംഗ് മെത്തേഡും വേണ്ട ഇൻസ്ട്രക്ഷൻസും ഫോളോ അപ്പും എല്ലാം കൃത്യമായിട്ട് തന്നെ നൽകാറുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.